നമസ്തേ. ഒരു പകൽ അരമണിക്കൂർ വാർത്തയുടെ സമഗ്ര ചിത്രവുമായി ടോപ്പ് 7 ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പകലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തകൾ ഒന്നാണ് ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM നേതാവുമായ എ പത്മകുമാർ അറസ്റ്റിലായത്. SITക്ക് മുന്നിൽ ഹാജരായ പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്നതിന് പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് ഇത് 6ാമത്തെ അറസ്റ്റാണ്. പത്മകുമാറിനെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ച ശേഷം കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, സ്വർണ്ണക്കവർച്ചയിൽ നിർണായകമായ അറസ്റ്റ്, 6ാമത്തെ അറസ്റ്റാണ് മുൻ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ എ പത്മകുമാറിന്റെ അറസ്റ്റിലൂടെ ഉണ്ടായിരിക്കുന്നത്. പത്മകുമാറിനെ ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം ഇപ്പോൾ കൊല്ലത്തേക്ക് കൊണ്ടുപോവുകയാണ്. കോടതിയിൽ എത്ര മണിക്കായിരിക്കും ഹാജരാക്കുക? കോടതിയുടെ മറ്റ് നടപടികൾ എന്തായിരിക്കും? ഇപ്പോൾ എവിടെയാണ് പത്മകുമാറിനെയും കൊണ്ട് SIT സംഘത്തിന്റെ വാഹനം എത്തിയിരിക്കുന്നത്? മറ്റു വിവരങ്ങൾ കൂടി. ഇപ്പോൾ കഴക്കൂട്ടമൊക്കെ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. SITയുടെ പ്രത്യേക സംഘവും പത്മകുമാറുമുള്ള വാഹനങ്ങൾ ഇന്ന് മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലായിരിക്കും ഹാജരാക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം കോടതി സമയം അവസാനിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ ഹാജരാക്കിയ ശേഷം ഒന്നെങ്കിൽ കസ്റ്റഡി അപേക്ഷ നൽകിയ കസ്റ്റഡിയിൽ വാങ്ങുകയോ അതല്ല എങ്കിൽ പത്മകുമാറിനെ റിമാൻഡ് ചെയ്യുകയോ ചെയ്യാനാണ് സാധ്യത. സ്വാഭാവികമായിട്ടും കസ്റ്റഡിയിൽ അപേക്ഷ നൽകേണ്ട സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് മാത്രമാണ് പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞത്. അതും ഏതാനും മണിക്കൂറുകൾ മാത്രം. മറ്റ് ആളുകളെ ചോദ്യം ചെയ്ത് അത്രയും സമയം ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിഷയം അവിടെ നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഗൂഢാലോചനയൊക്കെ സംബന്ധിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ പത്മകുമാറിൽ നിന്ന് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസത്തേക്ക് പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള എല്ലാ സാധ്യതയും ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോഴും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് പത്മകുമാറിന്റെ അറസ്റ്റ് അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഒന്ന്, പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ സ്വർണ്ണക്കവർച്ച സംബന്ധിച്ച ഗൂഢാലോചന നടത്തിയത് അത് ഈ സ്വർണ്ണക്കവർച്ചയുടെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന്, അതായത് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ അത്തരം ഗൂഢാലോചനകൾ നടന്നിരുന്നു എന്നുള്ള വ്യക്തമാക്കുന്ന പ്രാഥമികമായിട്ടുള്ള കണ്ടെത്തലുകളാണ് അന്വേഷണ സംഘത്തിന് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും തമ്മിൽ ഒട്ടനവധി തവണ കൂടിക്കാഴ്ചകൾ നടത്തുകയും ആ കൂടിക്കാഴ്ചകൾ ഒരുപക്ഷേ ഈ ഗൂഢാലോചനയ്ക്ക് കാരണമായിരുന്നിരിക്കാം. പ്രത്യേകിച്ച് പത്മകുമാറിൻ്റെ വീട്ടിലടക്കം പല തവണ ഉണ്ണികൃഷ്ണൻ പോറ്റി സന്ദർശകനായി എത്തിയിട്ടുണ്ട്. അപ്പോൾ വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു ഇരുവരും എന്നുള്ളതും ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ അന്വേഷണ സംഘത്തിന് വ്യക്തമായിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചകളും ഈ സാമ്പത്തിക ഇടപാടുകളും എന്തിനായിരുന്നു എന്നുള്ളൊരു ചോദ്യത്തിന് പത്മകുമാർ ഒരു മറുപടിയും അന്വേഷണ സംഘത്തിന് നൽകിയിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ പത്മകുമാറുമായി ബന്ധപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണ്ണപ്പാളികളുമായി വിവിധ സംസ്ഥാനങ്ങളിൽ കൊണ്ട് അവിടെ വെച്ച് ആ രീതിയിൽ പ്രദർശനമൊക്കെ നടത്തിയപ്പോൾ അത് സംബന്ധിച്ച് പണമുണ്ടാക്കിയ സാഹചര്യവുമായി ബന്ധപ്പെട്ട് പത്മകുമാറിന് ആ പ്രദർശന സമയങ്ങളിൽ പത്മകുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം വിവിധ സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ള കണ്ടെത്തലുണ്ട്. അങ്ങനെ സാമ്പത്തിക നേട്ടവും പത്മകുമാർ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്വർണ്ണക്കവർച്ചയ്ക്ക് കൂട്ടുനിന്നു എന്നതിന് പുറത്തേക്ക് സ്വർണ്ണക്കവർച്ചയിൽ നിന്നുള്ള സാമ്പത്തിക നേട്ടവും പത്മകുമാർ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കണ്ടെത്തൽ. അപ്പോൾ അക്കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടക്കേണ്ടിയിരിക്കുന്നു, അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു, മൊഴിയെടുക്കേണ്ടിയിരിക്കുന്നു. പത്മകുമാറിനെയും മറ്റു പ്രതികളെയും ഒപ്പം ഇരുത്തിയുള്ള ചോദ്യം ചെയ്യലടക്കം നടത്തേണ്ടിയിരിക്കുന്നു. ഈ നടപടിക്രമങ്ങളൊക്കെ ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. എന്തായാലും ഇതിൽ ഏറ്റവും നിർണായകം പത്മകുമാറിനെതിരെ നൽകിയിരിക്കുന്ന മൊഴികൾ തന്നെയാണ്. പത്മകുമാറിന്റെ മൊഴികൾ, പത്മകുമാറിനെതിരെ നൽകിയിരിക്കുന്ന മൊഴികൾ, അതിലൊക്കെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് SIT സംഘത്തിന് അതിനിർണായകമായ വിവരങ്ങൾ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. എല്ലാ ഗൂഢാലോചനയും ആസൂത്രണം ചെയ്തത് പത്മകുമാർ ആണ് എന്നതാണ്. നേരത്തെ ശ്രീ RV ബാബു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി അറിയേണ്ടത് CPM നേതൃത്വത്തിലേക്ക്, മുൻ ദേവസ്വം മന്ത്രിയടക്കം ചോദ്യമുനിയിലാണ്. അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് SIT സംഘം എത്തിയേക്കുമോ അല്ലെങ്കിൽ ആ നടപടികൾ സ്വീകരിക്കുമോ എന്നതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്യും, പിന്നീട് കസ്റ്റഡി അപേക്ഷ നൽകും, കൂടുതൽ ചോദ്യം ചെയ്യലുകൾ, അതിലൂടെ അതിനിർണായകമായ മറ്റ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ. ആ രീതിയിൽ തന്നെയാണ് നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടത്.
സ്വാഭാവികമായും നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കോടതിയിൽ പുരോഗമിക്കണം. എന്തായാലും പത്മകുമാറുമായി അന്വേഷണ സംഘം കൊല്ലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് പത്മകുമാറിൻ്റെ മൊഴി എന്നുള്ളതാണ്. പത്മകുമാർ എന്താണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ? ഇതുവരെ പത്മകുമാർ പറഞ്ഞതിനപ്പുറത്തേക്ക് തനിക്ക് ഈ വിഷയവും ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും അല്ലെങ്കിൽ ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല എന്നതടക്കം പത്മകുമാർ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ നിലപാട് തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിൽ പത്മകുമാർ ആവർത്തിക്കുമോ, അതോ പത്മകുമാർ ഈ പറയുന്ന രീതിയിൽ തൻ്റെ പങ്ക് തുറന്ന് സമ്മതിക്കുമോ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ ചോദ്യമുനയിലേക്ക് വരുമ്പോൾ അതിലും നിർണായകമാകുന്നത് പത്മകുമാർ ആർക്കെങ്കിലും നേർക്ക് വിരൽ ചൂണ്ടുമോ? കാരണം മുരാരി ബാബുവും സുധീഷും എൻ വാസുവിന് നേർക്ക് വിരൽ ചൂണ്ടിയതുപോലെ, എൻ വാസു പത്മകുമാറിന് നേർക്ക് വിരൽ ചൂണ്ടിയതുപോലെ പത്മകുമാർ തനിക്ക് മുകളിലുള്ള തൻ്റെ യജമാനന്മാർക്ക് നേരെ വിരൽ ചൂണ്ടുമോ എന്നുള്ളൊരു ചോദ്യം അത് നിർണായകമാണ് കെ പി. കാരണം ഈ അന്വേഷണം പത്മകുമാറിൽ തന്നെ അവസാനിക്കുമോ എന്നുള്ളൊരു ചോദ്യം, ഒരാശങ്ക ഒരു വശത്ത് നിലനിൽക്കുന്നുണ്ട്. ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ച ഈ കേസുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ഉന്നതർ ഈ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നുള്ളത് ഹൈക്കോടതി നിസ്സംശയം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഉന്നതർ ആരൊക്കെയാണ് എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ആ ഉന്നതരിൽ മുൻ ദേവസ്വം മന്ത്രി അടക്കമുള്ളവരുണ്ടോ എന്നുള്ള സംശയം പലരും പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സ്വർണ്ണക്കവർച്ചയ്ക്ക് വേണ്ടി ഒരു ആസൂത്രിതമായിട്ട് സ്വർണ്ണക്കവർച്ച മറച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ അത്തരം ഒരു സംഭവങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് യുവതീ പ്രവേശന വിവാദമടക്കം സൃഷ്ടിച്ചതെന്നുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും അത്തരം ചോദ്യമുനകൾ ഉയരുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടത്, കാരണം പത്മകുമാറിന് മുകളിലുള്ള ഉന്നതർ ഇതിലുണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കം വ്യക്തത വരുത്തേണ്ടത് പ്രത്യേക അന്വേഷണ സംഘമാണ്. ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന, മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമായതിനാൽ അത്തരം കാര്യങ്ങളിൽ നമുക്കൊരു വ്യക്തത എന്തായാലും പ്രതീക്ഷിക്കാം. പക്ഷേ അപ്പോഴും അന്വേഷണത്തിലടക്കം ഈ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകുന്നതിൽ പ്രത്യേക അന്വേഷണ സംഘം ഒരു മെല്ലെപ്പോക്ക് കാണിക്കുന്നുണ്ടെന്നുള്ള വിമർശനം അതൊരു വശത്ത് നിലനിൽക്കുന്നു. വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം പത്മകുമാറിനെ കൊല്ലത്തേക്ക് കൊണ്ടുപോവുകയാണ്. അല്പസമയത്തിനകം തന്നെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കും. പ്രജിത് മോഹനാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ശബരിമല ദർശനത്തിന് സ്പോട്ട് ബുക്കിംഗ് 5000-ആയി നിജപ്പെടുത്തി. നിലയ്ക്കലിലും വണ്ടിപ്പെരിയാറിലും മാത്രമായിരിക്കും സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങൾ. തിരക്ക് നിയന്ത്രണത്തിനായുള്ള ഹൈക്കോടതി ഇടപെടലാണ് നടപടി. നവംബർ 24 വരെയാണ് താൽക്കാലിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. സ്പോട്ട് ബുക്കിംഗ് നേരത്തെ ലഭ്യമായിരുന്നത് 5 ഇടങ്ങളിലായിരുന്നു. ഇതിൽ നിലയ്ക്കൽ, വണ്ടിപ്പെരിയാർ എന്നിവിടങ്ങൾ നിലനിർത്തി പമ്പ, ചെങ്ങന്നൂർ, എരുമേലി എന്നീ കേന്ദ്രങ്ങൾ ഒഴിവാക്കിയാണ് പുതിയ ലിസ്റ്റ്. ഇതോടെ സ്പോട്ട് ബുക്കിംഗ് പരമാവധിയായ 5000-ന് മുകളിലെത്തുന്ന ഭക്തർക്ക് കൂടുതൽ സമയം കാത്തുനിൽക്കേണ്ടി വരും. നിലയ്ക്കൽ മുതൽ ഭക്തരുടെ തിരക്ക് അനുഭവപ്പെടാനാണ് സാധ്യത. ഇന്നലെ സ്പോട്ട് ബുക്കിങ്ങിലൂടെ 14,000-ലധികം ഭക്തരെത്തി. നിലവിൽ സന്നിധാനത്തെ തിരക്ക് നിയന്ത്രിക്കാൻ നിലയ്ക്കലിലാണ് ഭക്തരെ തടയുന്നത്. പമ്പയിൽ നിന്നും ഘട്ടം ഘട്ടമായി ഭക്തരെ മല കയറ്റുമ്പോൾ ശരംകുത്തി, മരക്കൂട്ടം, നടപ്പന്തൽ എന്നിവിടങ്ങളിൽ കൂടുതൽ സമയം ഭക്തർ കാത്തുനിൽക്കേണ്ടി വരുന്നുണ്ട്. മല കയറിയത് 9 മണി 9:30 ഉണ്ടാവും. കൂടുതൽ സമയം ഇവിടെ മറ്റേ എന്താ പറയുക, നമ്മുടെ ശരംകുത്തിയിൽ അവിടുന്ന് ഇവിടേക്ക് എത്താനാണ് ഏറ്റവും കൂടുതൽ സമയമായത്. 3 മണിക്കൂർ തന്നെ കൂട്ടാം. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 3 മണിക്കൂർ കൊടുക്കും. നീലിമല കഴിഞ്ഞ് ഇങ്ങോട്ട് പിന്നെ ഫുള്ള് തിരക്ക്. പമ്പ കയറ്റം അവിടുന്ന് ഇങ്ങോട്ട് നിൽക്കേണ്ടി വന്നു. ഇങ്ങനെ നിൽക്കേണ്ട ഒരു മണിക്കൂർ 4 മണിക്കൂറായിട്ടുണ്ടാവും. നടമ്പക്കൽ 2 മണിക്കൂറുണ്ടാവും. വെർച്വൽ ക്യൂ ബുക്കിംഗ് പരമാവധി 70,000-മായി ഡിസംബർ 12 വരെ പൂർത്തിയായതാണ്. കുടിവെള്ളം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾ നട തുറന്ന് 4-ാം നാളും പരിഹാരമില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഉറപ്പു നൽകിയ ബിസ്ക്കറ്റ് വിതരണവും നടപ്പായില്ല. ശുചിമുറി സൗകര്യം ക്രമീകരിക്കാത്തതിനാൽ ഭക്തർ ദുരിതത്തിൽ തന്നെ. ജനം, സന്നിധാനം. മുട്ടിൽ മരം മുറിയിൽ ആന്റോ അഗസ്റ്റിന്റെ വാദങ്ങൾ പൊളിയുകയാണ്. വഴിക്കു വേണ്ടിയാണ് വനവാസി കോളനിയിലെ വീട്ടിമരം മുറിച്ചത് എന്നായിരുന്നു ആന്റോയുടെ വിശദീകരണം. എന്നാൽ വർഷങ്ങൾ പഴക്കമുള്ള വീട്ടിമരങ്ങളാണ് മുറിച്ചതെന്ന് വനവാസികൾ ജനം ടിവിയോട് പറഞ്ഞു. മരങ്ങൾ വാങ്ങാൻ റോജി അഗസ്റ്റിൻ നേരിട്ടെത്തിയെന്നും വെളിപ്പെടുത്തൽ. ഈ ആദിവാസി കോളനിയിൽ പോയി മരം മേടിച്ചു പറഞ്ഞപ്പോൾ ഒരു റോഡ് ഇങ്ങനെ പോകുന്നുണ്ട്. ഈ റോഡ് പോകുന്നത് മേലത്തെ തോട്ടത്തിലൊരു മരം മേടിച്ചിട്ടുണ്ട് ഇവർ. അപ്പോൾ ഈ റോഡ് പോകുന്നത് ഈ ആദിവാസി കോളനീൻ്റെ ഉള്ളിൽ കൂടെയാണ്. കോളനി എന്ന് പറഞ്ഞാൽ ഈ ഉന്നതി എന്ന് പറയും. ഇപ്പോൾ അതിൽ കൂടെയാണ് ഈ വഴി പോകുന്നത്. അപ്പോൾ ഈ വണ്ടി മേലേക്ക് പോകണമെങ്കിൽ ഈ ആദിവാസി കോളനിയിലെ മരം മുറിച്ചാൽ മാത്രമേ വണ്ടി മേലേക്ക് പോകുള്ളൂ. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ആ മരത്തിന് അന്ന് ചെറിയ മരമാണ്, 4 അടിയോ 3 അടിയോ അങ്ങോട്ട് വലിപ്പമുള്ളൊരു 1-2 മരമാണ്. ഇതിവർ മുറിച്ചിട്ട് ഈ മരം മുറിച്ചിട്ട് ഈ വണ്ടി മേലേക്ക് കൊണ്ടുപോയി. ഇവർക്ക് കാരണം ഇത് വിൽക്കാൻ പറ്റിയ മരമല്ല,
നോർമലി എന്താ പറയുക പാഴ്ത്തടി എന്ന് പറയുന്നത്. കാരണം വീട്ടിലാണെങ്കിൽ കൂടി ഇത് വിൽക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു മരമല്ല. മുട്ടിൽ മരമുറിയിൽ ഉൾപ്പെടെ തങ്ങൾ വിശുദ്ധരാണെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആൻഡോ അഗസ്റ്റിൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നത്. എന്നാൽ എന്താണ് ഇതിലെ യാഥാർത്ഥ്യം? ആ ചേട്ടൻ വന്നിട്ട് ഞങ്ങളെ കുഴപ്പമൊന്നുമില്ല, നീതിയൊക്കെ കൊണ്ട് പഞ്ചായത്തിൽ കാണിച്ചാൽ മരമൊക്കെ മുറിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് മരം മുറിച്ചുകൊണ്ട് പോയത്. എല്ലാം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ ഓർഡറുണ്ട്. അങ്ങനെ ഒരു ഓർഡർ കിട്ടിയെന്നാണ് ഈ മുറിച്ചുകൊണ്ട് പോയ ചേട്ടൻ പറഞ്ഞത്. ആ ചേട്ടൻ പറഞ്ഞത് മാത്രം ഞങ്ങൾ പറയുന്നത്. അല്ല, നിങ്ങളുടെ ഈ കരവടച്ച രസീതൊക്കെ അവർ കൊണ്ടുപോയെന്ന് പറഞ്ഞു. എന്തോ രസീതൊക്കെ അവർ കൊണ്ടുപോയി? എല്ലാം ഫുള്ളായിട്ട് അവർ ഒരു സംഗതി നമുക്ക് തന്നില്ല, ഒക്കെ അവർ കൊണ്ടുപോയി. ഒരു രേഖ പോലെ ആദ്യം തന്നിട്ടില്ല അവർ. നമ്മളെ ഇവിടെ റോജിമോൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആളുടെ കാരപ്പുഴ സാർ, പുള്ളിയാണ് എല്ലാം ഈ റെക്കോർഡ് ചെയ്തത്. റോജി ആസിനെ കൊണ്ടുപോയി ഇവിടെ വന്ന് പട്ടയം അല്ല നീസീട്ട് മാത്രമേ കൊണ്ടുപോയുള്ളൂ. നീസീട്ട് കൊണ്ടുപോയി വില്ലേജിൽ അടച്ച്, വില്ലേജിൽ കൊണ്ടുപോയി കാണിച്ച് അവർ വന്ന് നോക്കി. വില്ലേജുകാർ വന്നില്ല, മൂപ്പര് പറഞ്ഞ് നീസീട്ട് ഞാൻ അടച്ചിട്ടുണ്ട്, അത് കുഴപ്പമൊന്നുമില്ല, മുറിച്ചുകൊണ്ട് പോയിക്കോ എന്ന് പറഞ്ഞു. ഇവർക്ക് ഒരു 7,000 റുപ്യ മറ്റേ അഡ്വാൻസ് കൊടുത്തു, അവർക്കൊരു 4,000 റുപ്യ അഡ്വാൻസ് കൊടുത്തു. 3 വീട്ടിക്ക് 4,000 റുപ്യ അഡ്വാൻസ് കൊടുത്തുള്ളൂ. പാവപ്പെട്ട വനവാസികളെ മറിയാക്കി മരങ്ങൾ മുറിച്ചാൽ ആരും ചോദിക്കാനില്ലെന്ന ധൈര്യമായിരുന്നു അഗസ്റ്റിൻ സഹോദരന്മാർക്കുണ്ടായിരുന്നത്. ഈ രീതിയിൽ 500 വർഷം വരെ പഴക്കമുള്ള മരങ്ങളാണ് ഈ കോളനികളിൽ നിന്ന് മുറിച്ചു മാറ്റിയത്. ലക്ഷങ്ങൾ വില വരുന്ന വീട്ടുമരങ്ങൾ അഗസ്റ്റിൻ സഹോദരന്മാർ നേരിട്ട് മുറിച്ചു കടത്തിയെന്ന് ഇതിലൂടെ പകൽ പോലെ വ്യക്തമാവുകയാണ്. ആർ രാജീവ്, ജനം, തിരുവനന്തപുരം. ബീഹാർ മുഖ്യമന്ത്രിയായി 10ാം തവണയും നിതീഷ് കുമാർ അധികാരമേറ്റു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ബിജെപിയുടെ സാമ്രാജ് ചൗധരിയും വിജയ് കുമാർ സിൻഹയും ഉപമുഖ്യമന്ത്രിമാരായും സത്യപ്രതിജ്ഞ ചെയ്തു. പട്നയിലെ ചരിത്ര പ്രസിദ്ധമായ ഗാന്ധി മൈതാനത്ത് നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ പങ്കെടുത്തു. नीतीश कुमार सत्य निष्ठा से प्रतिज्ञा करता हूँ कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा. ബീഹാർ മുഖ്യമന്ത്രിയായി 10ാം തവണയും തുടർച്ചയായ 5ാം തവണയുമാണ് നിതീഷ് കുമാർ പദവിയിലേക്ക് എത്തുന്നത്. സാമ്രാജ് ചൗധരിയും വിജയ് കുമാർ സിൻഹയും ഉപമുഖ്യമന്ത്രിമാരായി ചുമതലയേറ്റു. മുഖ്യമന്ത്രിക്കും ഉപമുഖ്യമന്ത്രിമാർക്കും പുറമെ 23 മന്ത്രിമാർ കൂടി സത്യപ്രതിജ്ഞ ചെയ്തു. ബിജെപിയുടെ 14 പേരും JDUവിന്റെ 8 പേരും LJPയുടെ 2 പേരും HAMന്റെയും RLPയുടെയും ഒരാൾ വീതവും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. सम्राट चौधरी ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा. मैं भारत की प्रभुता बिहार राज्य के मंत्री के रूप में अपने कर्तव्यों का സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ, BJP NDA മുഖ്യമന്ത്രിമാർ, ഉപമുഖ്യമന്ത്രിമാർ എന്നിവരും മറ്റ് നിരവധി ഉന്നത നേതാക്കളും പങ്കെടുത്തു. നിതീഷ് കുമാറിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ഗാന്ധി മൈതാനി ആതിഥേയത്വം വഹിക്കുന്നത് ഇത് 4ാം തവണയാണ്. സംസ്ഥാന ചരിത്രത്തിലെ പ്രധാന രാഷ്ട്രീയ സംഭവങ്ങളുമായി അടുത്ത ബന്ധമുള്ള വേദിയാണിത്. ലക്ഷക്കണക്കിന് അനുയായികൾ ഒത്തുകൂടിയ പരിപാടിയിൽ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളും സജ്ജീകരിച്ചിരുന്നു. ജനം, ഡൽഹി. നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിക്കാനാകില്ലെന്ന് സുപ്രീംകോടതി. ഗവർണർ റബ്ബർ സ്റ്റാമ്പ് അല്ലെന്നും ബില്ലുകളുടെ ഉള്ളടക്കം പരിശോധിക്കാൻ ഗവർണർക്ക് അവകാശമുണ്ടെന്നും കോടതി വ്യക്തമാക്കി. അനിയന്ത്രിത കാലതാമസമുണ്ടായാൽ മാത്രമാണ് കോടതിക്ക് ഇടപെടാനാവുക എന്നും സുപ്രീംകോടതി. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ച നടപടി നിലനിൽക്കില്ലെന്ന് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് വ്യക്തമാക്കിയത്. ബില്ലുകൾ പരിശോധിക്കാനും ആവശ്യമായ തിരുത്തലുകൾ നിർദ്ദേശിക്കാനും ഗവർണർക്ക് അധികാരമുണ്ട്. ഈ നടപടികൾ കാലാവധി നിശ്ചയിക്കാനാവില്ല. ബിൽ പ്രസിഡന്റിന്റെയോ ഗവർണറുടെയോ അംഗീകാരം ലഭിച്ചാൽ മാത്രമാണ് നിയമമാവുക. നിയമം ഭരണഘടനാ വിരുദ്ധമാണോ അല്ലയോ എന്ന് പരിശോധിക്കാനാണ് കോടതിക്ക് അധികാരം. അക്കാരണത്താൽ തന്നെ നിയമമാകുന്നതിന് മുൻപുള്ള നടപടികൾ കാലപരിധി നിശ്ചയിക്കാനാവില്ല എന്നാണ് രാഷ്ട്രപതിയുടെ റഫറൻസിന് മറുപടിയായി സുപ്രീം കോടതി നൽകിയത്.
ഗവർണർക്കും പ്രസിഡന്റിനും ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ അധികാരം നൽകുന്ന 200, 201 ഭരണഘടനാ അനുച്ഛേദങ്ങൾ അന്തിമ അധികാരമല്ല. തീരുമാനമെടുക്കുന്നതിൽ കാലതാമസമുണ്ടായാൽ കോടതിക്ക് ഇടപെടാമെന്നും സുപ്രീം കോടതിയുടെ രാഷ്ട്രപതിയുടെ റഫറൻസിന് മറുപടിയായി വ്യക്തമാക്കി. ബില്ലുകൾക്ക് അംഗീകാരം നൽകാൻ 3 മാസം സമയപരിധി തമിഴ്നാടിന്റെ ഹർജിയിൽ അനുവദിച്ചിരുന്നു. മാത്രമല്ല 3 മാസത്തിനകം ബില്ലുകൾ സംബന്ധിച്ച് തീരുമാനമെടുത്തില്ലെങ്കിൽ ബില്ല് പാസ്സായതായി കണക്കാക്കാമെന്നായിരുന്നു സുപ്രീം കോടതി 2-അംഗ ബെഞ്ചിന്റെ വിധി. പ്രസിഡൻഷ്യൽ റഫറൻസിനുള്ള സുപ്രീം കോടതിയുടെ മറുപടിയോടെ തമിഴ്നാടിന് ലഭിച്ച വിധിയും റദ്ദായി. നാഷണൽ ഡെസ്ക്, ജനം. ഡൽഹി ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വിശദാംശങ്ങൾ എന്നേക്ക്. രാജ്യത്തെ മുൻപ് നടന്ന ഭീകരാക്രമണങ്ങളിലും അൽ ഫലാഹ് സർവകലാശാലയ്ക്ക് ബന്ധമെന്ന് വിവരം. അൽ ഫലാഹ് സർവകലാശാല ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ പാകിസ്ഥാൻ സന്ദർശിച്ചതായും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി. അതേസമയം ഡൽഹി ഭീകരാക്രമണ കേസിൽ പിടിയിലായ പ്രതികളെ ഡൽഹിയിലെത്തിച്ച് ചോദ്യം ചെയ്യും. 2007 ഗോരഖ്പൂർ സ്ഫോടനം, 2008 അഹമ്മദാബാദ്, ജയ്പൂർ സ്ഫോടനങ്ങൾ എന്നിവയ്ക്ക് പിന്നിൽ അൽ ഫലാഹ് സർവകലാശാലയുമായി ബന്ധപ്പെട്ടവർ ഉണ്ടായിരുന്നു എന്നതാണ് പുറത്തുവരുന്ന വിവരം. ഇവരുടെ പേരുകൾ സഹിതം NIAക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇതിനൊപ്പം അൽ ഫലാഹ് സർവകലാശാല ചെയർമാനും രജിസ്ട്രാറും പാകിസ്ഥാൻ സന്ദർശിച്ചതായും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി. ഇവർ പാകിസ്ഥാൻ സന്ദർശിച്ചത് എന്തിനെന്ന് പരിശോധിക്കും. അതേസമയം ചെങ്കോട്ട ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് 2 ഭീകരരെ കൂടി തിരിച്ചറിഞ്ഞു. ജെയ്ഷെ മുഹമ്മദിന്റെ വിദേശ ഹാൻഡ്ലർമാരായ ഫൈസൽ ഇഷ്ഫാഖ് ഭട്ട്, ഡോക്ടർ ഉക്കാഷ എന്നിവരെ സംബന്ധിച്ച വിവരങ്ങളാണ് അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചത്. പാക് അധീന കശ്മീരിലും അഫ്ഗാനിസ്ഥാനിലുമാണ് നിലവിൽ ഇവരുള്ളത്. ഇന്ത്യയിലെ നെറ്റ്വർക്കിലുള്ളവരുമായി നിരന്തരം ബന്ധപ്പെട്ടതായും വിവരമുണ്ട്. ചെങ്കോട്ട ഭീകരാക്രമണ കേസിൽ പിടിയിലായ പ്രതികളെ ഡൽഹിയിലെത്തിച്ച് ചോദ്യം ചെയ്യാനും തീരുമാനിച്ചു കഴിഞ്ഞു. എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി. 2020 ഡൽഹി കലാപക്കേസുമായി ബന്ധപ്പെട്ട് ഷർജീൽ ഇമാമിന്റെ രാജ്യദ്രോഹ പ്രസംഗങ്ങളുടെ വീഡിയോ ക്ലിപ്പുകൾ സുപ്രീം കോടതിയിൽ. 8 മിനിറ്റുള്ള വീഡിയോ ദൃശ്യമാണ് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഹാജരാക്കിയത്. ആ പ്രസംഗം പ്രകോപനം സൃഷ്ടിച്ചെന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജു. കലാപക്കേസിലെ പ്രതികളായ ഉമർ ഖാലിദിന്റെയും മറ്റ് 5 പേരുടെയും ജാമ്യാപേക്ഷയിൽ സുപ്രീം കോടതിയിൽ വാദം പൂർത്തിയായില്ല. അമേരിക്കയിൽ നിന്നും ജാവലിൻ മിസൈൽ സംവിധാനവും അനുബന്ധ ഉപകരണങ്ങളും വാങ്ങാൻ ഭാരതം. ജാവലിൻ മിസൈൽ സിസ്റ്റവും എക്സ്കാലിബർ റോക്കറ്റുകളും മറ്റ് അനുബന്ധ ഉപകരണങ്ങളും ഉടൻ തന്നെ ന്യൂഡൽഹിക്ക് കൈമാറുമെന്ന് US പ്രതിരോധ സുരക്ഷാ സഹകരണ ഏജൻസി അറിയിച്ചു. ഏകദേശം $45.7 മില്യൺ മിസൈൽ സംവിധാനവും അനുബന്ധ ഉപകരണങ്ങളും വാങ്ങുന്നത്. 100 FGM 148 ജാവലിൻ റൗണ്ടുകൾ, ഒരു ജാവലിൻ FGM 148 മിസൈൽ, 25 കമാൻഡ് ലോഞ്ച് യൂണിറ്റുകൾ, മിസൈൽ സ്റ്റിമുലേഷൻ റൗണ്ടുകൾ, സ്പെയർ പാർട്സ്, ലൈഫ് സൈക്കിൾ സപ്പോർട്ട് എന്നിവയാണ് ഭാരതം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഭീഷണികളെ നേരിടാനും പ്രതിരോധം ശക്തിപ്പെടുത്താനും പ്രാദേശിക ഭീഷണികളെ തടയാനുമുള്ള ഭാരതത്തിന്റെ കഴിവ് മെച്ചപ്പെടുത്താൻ ഇത് സഹായകമാകുമെന്നാണ് വിലയിരുത്തൽ. US ഇന്ത്യ തന്ത്രപരമായ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും ഇത് സഹായകമാകും. ആവശ്യമായ സർട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ടെന്നും US പ്രതിരോധ സുരക്ഷാ സഹകരണ ഏജൻസി അറിയിച്ചു. അതേ ദിവസം തന്നെ DSCA മറ്റൊരു വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൽ $4.71 കോടി കണക്കാക്കിയ വിലയ്ക്ക് എക്സ്കാലിബർ റോക്കറ്റുകളുടെയും അനുബന്ധ ഉപകരണങ്ങളുടെയും സാധ്യതയ്ക്കുള്ള വിൽപ്പനയ്ക്ക് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അംഗീകാരം നൽകിയിട്ടുണ്ടെന്നും പറയുന്നു. വിൽപ്പനയിൽ 216 M982A1 എക്സ്കാലിബർ തന്ത്രപരമായ റോക്കറ്റുകൾ, അനുബന്ധ ഇനങ്ങൾ, അഗ്നി നിയന്ത്രണ സംവിധാനം, US സർക്കാരിന്റെ സാങ്കേതിക സഹായം എന്നിവ ഉൾപ്പെടും. ഈ ഉപകരണത്തിന്റെയും പിന്തുണയുടെയും നിർദ്ദിഷ്ട വിൽപ്പന മേഖലയിലെ അടിസ്ഥാന സൈനിക സന്തുലിതാവസ്ഥയെ മാറ്റില്ല. നിർദ്ദിഷ്ട വിൽപ്പന രാജ്യത്തിന്റെ നിലവിലുള്ളതും ഭാവിയിലുള്ളതുമായ ഭീഷണികളെ നേരിടാനുള്ള കഴിവ് മെച്ചപ്പെടുത്തും. ന്യൂസ് ഡെസ്ക്, ജനം. ജെഫ്രി എംസ്റ്റൈൻ ഫയലുകൾ പുറത്തുവിടുന്നത് സംബന്ധിച്ച് നിയമത്തിൽ ട്രംപ് ഒപ്പുവെച്ചു. ഇക്കഴിഞ്ഞ ദിവസം US കോൺഗ്രസിന്റെ 2 സഭകളിലും ബിൽ പാസ്സായിരുന്നു. 30 ദിവസത്തിനുള്ളിൽ എപ്സ്റ്റൈൻ ഫയലുകൾ വെബ്സൈറ്റിൽ ലഭ്യമാക്കണമെന്ന് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ട്രംപ് നിർദ്ദേശം നൽകി. അതിന് 15ഓളം കുട്ടികളെ ലൈംഗിക അതിക്രമത്തിന് വിധേയമാക്കിയ ജെഫ്രി എപ്സ്റ്റൈനെ ചോദ്യം ചെയ്ത രേഖകളാണ് എപ്സ്റ്റൈൻ ഫയൽസ്.
പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ലൈംഗികാതിക്രമത്തിന് വിധേയമാക്കിയ സംഭവത്തിലെ കുറ്റവാളിയാണ് ജെഫ്രി എപ്സ്റ്റൈൻ. ഇയാളെ ചോദ്യം ചെയ്ത രേഖകളിൽ ഡൊണാൾഡ് ട്രംപിനെ പറ്റി പരാമർശങ്ങളുണ്ടെന്നായിരുന്നു ആരോപണം. ഈ സാഹചര്യത്തിലാണ് ബില്ലുകൾ പാസാക്കാൻ ട്രംപ് സെനറ്റിലെയും ജനപ്രതിനിധി സഭയിലെയും റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകിയത്. ഇതേ തുടർന്ന് സെനറ്റും പ്രതിനിധി സഭയും ബിൽ പാസാക്കി. ബില്ലിൽ ട്രംപ് ഒപ്പുവെച്ചതോടെ നിയമവുമായി. 30 ദിവസത്തിനുള്ളിൽ എപ്സ്റ്റൈൻ ഫയലുകൾ മുഴുവനും വെബ്സൈറ്റിൽ ലഭ്യമാക്കാനാണ് നിർദ്ദേശം. ജെഫ്രി എപ്സ്റ്റൈനുമായുള്ള ബന്ധം വളരെ നേരത്തെ അവസാനിപ്പിച്ചതാണെന്നും ട്രംപ് അറിയിച്ചിരുന്നു. ഡെമോക്രാറ്റുകൾ തനിക്കെതിരെ നടത്തുന്ന പടയൊരുക്കത്തിന്റെ ഭാഗം മാത്രമായിരുന്നു ആരോപണമെന്നാണ് ട്രംപിന്റെ വിശദീകരണം. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ശബരിമല സ്വർണ്ണക്കവർച്ചിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന്റെ കോലം യുവമോർച്ച പ്രവർത്തകർ കത്തിക്കുകയാണ്. യുവമോർച്ച കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. തത്സമയം ഇതോടെ ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. അല്പസമയത്തിനകം തന്നെ ജനം ഡിബേറ്റുമായി കെ നീലിമ ചേരും. നമസ്തേ.